രാജാങ്കണങ്ങളിലൂടെ, മണിമന്ദിരങ്ങളിലൂടെ ഈ യാത്ര പാതയോരത്തെ പുൽക്കുടിലിൽ എത്തുവോളം ആ സന്ധ്യ നക്ഷത്രം നമുക്ക് വഴികാട്ടിയാവട്ടെ. രണ്ടായിരം വത്സരങ്ങൾക്ക് മുൻപ് ഡിസംബറിലെ ഒരു മഞ്ഞു പെയ്ത രാത്രി, അകലെ ബേത്ലഹേമിലെ ഒരു പഴയ കാലിത്തൊഴുത്തിൽ അഭയം തേടിയ ജോസഫും പൂർണ്ണ ഗർഭിണിയായ മേരിയും. ആകാശത്തുതിച്ചുയർന്ന താരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും സാക്ഷി നിർത്തി ആ പുൽക്കൂട്ടിൽ ലോകത്തിന്റെ രക്ഷകൻ പിറന്നു വീണു. മാലാഖമാർ സ്തുതിഗീതങ്ങൾ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ള സുവാർത്ത ദൈവത്തിന്റെ ദൂതർ ആട്ടിടയരോട് ഇപ്രകാരം ഓതി: സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഈ സുവാർത്ത കേട്ട ആട്ടിടയന്മാർ സന്തോഷത്തോടുകൂടി ഉണ്ണിയേശുവിനെ വന്ദിക്കുവാൻ എത്തുന്നു. ആട്ടിടയ ആട്ടിടയ നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. ആടുകൾക്കായി ജീവൻ നൽകിയ നീ മാത്രം നല്ല ഇടയൻ. ആട്ടിടയാ ആട്ടിടയാ നീ മാത്രം നല്ല ഇടയൻ, നീ മാത്രം നല്ല ഇടയൻ. അസാധാരണ തേജസ്സോടെ ജ്വലിച്ചു നിന്ന ഒരു നക്ഷത്രത്തെ ലക്ഷ്യമാക്കി കിഴക്കു നിന്നും 3 ജ്ഞാനികൾ പൂജാതനായ യഹൂദന്മാരുടെ രാജാവിനെയും തേടി പുറപ്പെട്ടു.
അകലെ 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 അകലെയൊരു താരം വിണ്ണിൽ അരികിൽ അരികിൽ അരികിലണയുമൊരു ഗാനം മഞ്ഞിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്നേഹമുള്ളവരെ, മനുഷ്യ സമാധാനം നഷ്ടപ്പെട്ട ഈ നാളുകളിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി അവതരിച്ച ക്രിസ്തുവിന്റെ സ്വർഗീയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഒരു പ്രാവശ്യം കൂടി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കുടിൽ ക്രിസ്തുവിനായി നമുക്ക് തുറന്നു കൊടുക്കാം.